9-ാം സ്കന്ധത്തിലെ ആദ്യത്തെ ഒരുപാട് കഥയുണ്ട്, ഞാനതൊക്കെ എടുക്കുന്നില്ല. നമുക്ക് പ്രധാനപ്പെട്ട ചില കഥകൾ മാത്രം നോക്കാം. ഇവിടെ 4ഉം 5ഉം കഥ അധ്യായങ്ങൾ അംബരീഷ ചരിതം എന്ന് പറയും. ഭാരതത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു അംബരീഷ ചക്രവർത്തി. ആരാണ്? അംബരീഷൻ. ഇദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനുമായിരുന്നു. ഈ ഭക്തി എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഓർക്കണം, കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളവർക്കേ എന്തുണ്ടാവുള്ളൂ. അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലും ഞായറാഴ്ച അമ്പലത്തിൽ പോയി തൊഴുന്നവനൊന്നും എന്തില്ല, ഭക്തിയില്ല. വെറുതെ ഒരെണ്ണത്തിന് പോയി തൊഴുന്നതാണ്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ പല അമ്പല കമ്മിറ്റിയുള്ളവർക്കൊക്കെ നല്ല ഭക്തി ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഞാനൊരു സ്ഥലത്ത് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ഘോരം പ്രസംഗിച്ചു അങ്ങോട്ട്. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി, വാത്മീകി എഴുതിയ മഹാഭാരതവും. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, വാത്മീകി അല്ലേ ഇത്? അയാൾ പറയാം, ആരെഴുതിയാൽ ഇപ്പൊ എനിക്കിപ്പോ എങ്ങനെ അറിയാം? ഈ തരത്തിലുള്ള ഒരു ശേഖരന്മാരാ നമ്മുടെ ആൾക്കാർ. അപ്പോ നിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ അംബരീഷ ചക്രവർത്തിയായിരുന്നു. ആരാണ്? എങ്ങനെയുള്ള ചക്രവർത്തി? 7 ദ്വീപുകളുടെ ചക്രവർത്തി എന്നാണ്. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഈ ഭൂമി, നമ്മുടെ എർത്ത് എന്ന് പറയുന്നതിന് 7 കോണ്ടിനെന്റ്സ് ആണ്. എത്ര? നമ്മുടെ ഋഷിവര്യന്മാർക്ക് ഈ ഭൂമിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. 7 ദ്വീപിന്റെയും, നിങ്ങൾ വേണമെങ്കിൽ ഈ ശ്ലോകങ്ങൾ നോക്കും ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. അംബരീഷ മഹാബാഹ, അംബരീഷൻ എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹം സപ്തദ്വീപപതിം പതിനഞ്ചാം ശ്ലോകം കാണുന്നുണ്ടോ? 4-ാം അധ്യായത്തില്, 4-ാം അധ്യായം എടുക്കൂ നിങ്ങൾ, ഞാൻ കാണിച്ചു തരാം ശ്ലോകങ്ങളൊക്കെ. ഈ ഭൂമി മുഴുവൻ ആര് നടന്നു പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ. ഇന്ന് നമുക്ക് കപ്പലും സംവിധാനങ്ങളും പ്ലെയിനും ഉണ്ട്. അന്ന് എഴുതി അംബരീഷ കിട്ടിയോ നിങ്ങൾക്ക്? അംബരീഷ മഹാഭാഗ സപ്തദ്വീപപതിം മഹിം. ഈ മഹി എന്ന് പറഞ്ഞ ഭൂമി. ഈ ഭൂമിയുടെ 7 ദ്വീപുകളുടെ ചക്രവർത്തിയായിരുന്നു. ആര്? അങ്ങനെയൊക്കെ ലോകത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? അത് ആലോചിച്ചു. എഴുതണമെങ്കിൽ 7 കോണ്ടിനെന്റ് ആണെന്നൊക്കെ അന്ന് നോക്കൂ. ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക കണ്ടുപിടിച്ചു, കൊളംബസ് അല്ലേ? ഇവരൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ 7 ദ്വീപുകളെ കുറിച്ച് അറിവുള്ളവർ ഉണ്ടായിരുന്നു. ഈ മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യമുണ്ട് അമേരിക്കയോട് ചേർന്നത്. അപ്പൊ അവിടെ മായൻസ് സിവിലൈസേഷൻ എന്നൊരു സംഭവം ഉണ്ട്. മായൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മായൻ സിവിലൈസേഷൻ. അതിൻ്റെ നിർമ്മിതികൾ നോക്കുമ്പോൾ അതിന് ഇവര് തന്നെ പറയുന്ന ഒരു 6000-7000 വർഷമൊക്കെ പഴക്കമുണ്ട്. ഈ മായൻ 6000 അല്ല, സോറി, ഒരു 3000-4000 വർഷം. മായൻ സിവിലൈസേഷൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന. ഈ കെട്ടിടങ്ങളൊക്കെ പഴയതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, ഒക്കെ തകർന്നു. പക്ഷെ അതൊരു ഭാരതത്തിലുള്ള നിർമ്മിതികളുമായി വലിയൊരു സാമ്യതയുണ്ട്. അപ്പോ എവിടെയൊക്കെയോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊരു ബന്ധം എനിക്ക് അപ്പൊ തോന്നിയിട്ടുള്ളത്, ഇത് മനസ്സ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്, ഭഗവാൻ ഈ പാണ്ഡവന്മാരുടെ ഇന്ദ്രപ്രസ്ഥം പണിയാൻ മയനെ കൊണ്ടുവന്നു. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? മയൻ എന്നൊരു ശില്പി. ഒരു പക്ഷേ മയൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ താമസിച്ചവരായിരിക്കും. കാരണം അതിൻ്റെ ശില്പചാരുത കാണുമ്പോൾ ആ വംശം വളരെ ശില്പചാരുതയിൽ വളരെ കഴിവുള്ളവരായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യക്ക് ആ രാജ്യത്തിലുള്ള ഒരു ശില്പികളുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമുണ്ടായിട്ടുണ്ടാകുമോ? നമുക്കറിയാൻ പറ്റാത്ത പലതും കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അറിയാൻ പറ്റാത്തതായ പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്.
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? അത്ഭുതകരമാണ്. ഈ ഭാരതത്തിന്റെ ഐതിഹ്യങ്ങൾ എടുത്ത് വായിക്കും. നിൽക്കട്ടെ, ഇവിടെ ഏത് ദ്വീപിന്റെ ഈ ഭൂമിക്ക് എത്ര ദ്വീപുകളാ? 7 ദ്വീപുകൾ. അതിനെ മുഴുവൻ അടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു അംബരീഷൻ. എന്നാൽ ഇദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ടായിട്ടും വാസുദേവേ ഭഗവതി തത്ഭക്തേഷു സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം ഏനേതം ലോഷ്ടവസ്മൃതം. ഈ സമ്പത്തും സമൃദ്ധിയും മൺകട്ടയെ പോലെ കരുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ ഒരു കൃത്യനിഷ്ഠ, വാസുദേവേ ഭഗവതി, ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോ ശ്രദ്ധിക്കൂ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ. ഇവിടെ എത്ര സമ്പത്താണുള്ളത്? എത്രയാ സമ്പത്ത്? 7 ദ്വീപിന്റെ ആൾക്ക് അതൊന്നും വലിയൊരു സമ്പത്തായിരുന്നില്ല. ഭഗവാനിലുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയായിരുന്നു ഏറ്റവും വലിയൊരു സമ്പത്ത്. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വല്ല സമ്പത്തുമാണോ ഇതൊക്കെ? മീൻസ് നമുക്ക് ഇദ്ദേഹം ഭഗവാനും ആ അനുഷ്ഠാനവും സമ്പത്തായി കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഈ അനുഷ്ഠാനവും ഭഗവാനും വല്ല സമ്പത്തുമാണോ? നമ്മൾ അതിനെ സമ്പത്താക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് സമ്പത്ത് ഇപ്പൊ നമ്മുടെ വീട്, മക്കള്, അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? കുറെ തുണി, അത് ഇടയ്ക്കിടയ്ക്ക് അലമാരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. കുറച്ച് സ്വർണം, അത് ഇടയ്ക്കിടയ്ക്ക് ലോക്കറിൽ പോയി നോക്കും അവിടെ ഉണ്ടോന്ന്. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സമ്പത്ത്. ആണോ? ഇതൊന്നും വിടാത്തത്. ഇവിടെ അവ്യയം സമ്പത്ത് കിട്ടിയിട്ട് വാസുദേവേ ഭഗവതി അനുഷ്ഠാനത്തിനാണ് ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത്. അതെന്താ കാരണം? കാരണം മറ്റ് സമ്പത്തുകളൊക്കെ ക്രമേണ കയ്യിൽ നിന്നും അകന്നു പോകും. പക്ഷെ ആരോഗ്യം നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുമോ? ഇല്ല. മക്കളെപ്പോഴും കൂടെ ഉണ്ടാവുമോ? നിങ്ങളൊരു 10 ദിവസം കടന്നു നോക്കൂ, എന്നാ അറിയാം മക്കൾ എത്ര നേരം നിൽക്കുന്നു. അവർ ഡോക്ടറോട് ചോദിക്കുക ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് തെളിച്ച് പറയുമെന്ന്. എന്നിട്ട് വേണം ഇനി ലീവിന് അപ്ലൈ ചെയ്യാന്ന്. ഇപ്പൊ ഡോക്ടർ പറയും ഒരു രക്ഷയില്ല എന്ന്. അപ്പൊ പറയുന്ന പിന്നെ വെന്റിലേറ്റർ നിർത്തുള്ളൂ ഡോക്ടറെ എന്ന്. കാരണം ലീവ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അന്ന് നിങ്ങൾക്ക് തോന്നും അന്ന് രാവിലെ എണീറ്റ് കുറച്ച് നാമം ജപിച്ചിരുന്നെങ്കിൽ ഇനിയിപ്പോ വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഇപ്പൊ തോന്നില്ല. ഇപ്പോഴും നമുക്ക് തോന്നുന്ന എന്താണ്? മക്കളൊക്കെ വരും, നോക്കും, പൊന്നുപോലെ നോക്കും. ശരിയാണ്, അവർ പൊന്നിലേക്ക് നോക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ പോവുകയും ചെയ്യും. ഈ തരത്തിലൊക്കെ ഉള്ള ചിന്തകളുമായിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കും. അനുഷ്ഠാനത്തിനൊന്നും വലിയൊരു വില കൊടുക്കില്ല. കാരണം കണ്ടുപഠിക്കില്ല. കൊണ്ടുപഠിക്കുമ്പോഴേക്കും കൊണ്ടതിന്റെ തീവ്രത കാരണം അപ്പോഴും പഠിക്കില്ല. സ്ട്രോക്ക് അടിച്ചിട്ട് അങ്ങനെ ഒരു കൊള്ളൽ കൊണ്ടിട്ട് ഇനി പഠിച്ചിട്ടെന്താ കാര്യം? സ്ട്രോക്ക് അടിച്ചവനോട് വിഷ്ണു സഹസ്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ കൊണ്ടിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൊള്ളുന്നതിന് മുമ്പ് ഇപ്പോഴേ ഒന്ന് മെനക്കെട്ടാൽ ഈ അംബരീഷ ചക്രവർത്തിയൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എല്ലാ സമ്പത്തും ഉണ്ടായിട്ടും അതൊന്നും വലിയൊരു സമ്പത്തായി കണക്കാക്കിയില്ല. എന്തൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? സവൈ മനകൃഷ്ണപദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോഹരേ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരച്യുത സൽക്കതോദയേ മുകുന്ദലിംഗാദയ ദർശനേ ദൃശോ തൽഭൃത്യഗാത്രസ്പശോങ്കസംഗമം ഘ്രാണം ച തൽപാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാ രസനം തതർപ്പിതേ പാദോഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമകാമ്യ യഥോത്തമശ്ലോകജനാശ്രയാരതി.
ഇങ്ങനെയുള്ള വരികൾ. അദ്ദേഹം ക്ഷേത്രത്തിൽ പോവുക, രാവിലെ തന്നെ ചില അനുഷ്ഠാനങ്ങൾ, അദ്ദേഹത്തിന് തുളസി തീർത്ഥം സേവിക്കുക ഒക്കെ മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്, ഞാൻ വിസ്തരിക്കുന്നില്ല അത്. ഇങ്ങനെ കുറെ അനുഷ്ഠാനങ്ങൾ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാ ഉണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ. 27-ാം ശ്ലോകം. ഗൃഹേഷു ദാരേഷു സുധേഷു ബന്ധുഷു ദീപോത്തമസ്യന്തനവാരിപത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷു അകരോ അസന്മതിം. ഗൃഹേഷു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിറയെ ഷൂ ഉണ്ടായിരുന്നു എന്നാണോ? അല്ല. ഗൃഹേഷു പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഷൂ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അനവധി കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഗൃഹം എന്ന് പറഞ്ഞാൽ. ധാരേഷു, ധാരം വീട്ടിന് ധാരങ്ങളല്ല, ഇവിടെ ധാര എന്ന് പറഞ്ഞാൽ ഭാര്യമാര്. അദ്ദേഹത്തിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. സുധേഷു, തീർച്ചയായിട്ടും അവരും അങ്ങനെയും കുറെ ഷൂ ഉണ്ടാവണം. സുധേഷു പറഞ്ഞാൽ മക്കള്. അതന്നെ, ഈ ഭാര്യമാരിലൊക്കെ അദ്ദേഹത്തിന് മക്കളും ഉണ്ട്. ബന്ധുഷു, ആ ഷൂ ഉണ്ട്, കുറെ മക്കളും ഉണ്ട്, അല്ല ബന്ധുക്കൾ. ദ്വീപ് പറഞ്ഞല്ലോ, 7 ദ്വീപുകള്. ദീപോത്തമ സ്യന്തന വാജി പത്തിഷു, അദ്ദേഹത്തിന് വലിയ ദ്വീപുകളും അങ്ങോട്ടൊക്കെ പോവാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അക്ഷയ്യരത്നാഭരണം, എന്താണ്? സ്വർണവും രത്നങ്ങളും എണ്ണിയാൽ ഒടുങ്ങാത്തത്രയുണ്ടായിരുന്നു. അനന്തകോശം, സമ്പദ് സമൃദ്ധിയിൽ ആറാടി. എന്നാൽ ഇതെല്ലാം അസത്ത്. അസത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ അനുഷ്ഠാനത്തിനും വലുതായി ഇതിനെയൊന്നും മനസ്സിലായില്ല. തൻ്റെ ഒരു കൃത്യനിഷ്ഠയ്ക്കും അനുഷ്ഠാനത്തിനും മേലെയായി ഇതിനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു ആൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ചിന്തിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എന്നിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഈ പുലിയിലെടുത്താണ് എലി വലിയ കേമത്രത്തിൽ നിൽക്കുന്നത്. അദ്ദേഹം വലിയൊരു പുലിയായിരുന്നു. നമ്മൾ എന്നിട്ടൊരു കുറച്ച് പൈസ വെച്ചിട്ട് അതെന്നെ നെഞ്ചിൽ വെച്ച് കെട്ടിയിട്ട് ചാവുമ്പോൾ കൊണ്ടുപോകരുതേന്ന് വിചാരിച്ചിരിക്കുക. ഇത്രയും സമ്പത്തുള്ള അദ്ദേഹം ഇതിനേക്കാൾ സമ്പത്തായി കരുതിയത് തൻ്റെ കൃത്യനിഷ്ഠയ്ക്കും അനുഷ്ഠാനത്തിനും. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായി ഒരിക്കൽ അദ്ദേഹം ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഏകാദശി, ദ്വാദശി. ഈ ഏകാദശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏകാദശിയൊക്കെ നോൽക്കാറുണ്ടോ നിങ്ങൾ? ഉണ്ടോ? എപ്പോഴെങ്കിലൊക്കെ നോക്കാറുണ്ട്? ഉണ്ടോ? ഗുരുവായൂർ ഏകാദശി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏകാദശിയൊക്കെ ഉണ്ടോ? ഈ ഏകാദശി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഉപവാസങ്ങളാണ്. പക്ഷെ മലയാളിക്കൊന്ന് ഉപ്പുമാവ് വാസമാണ്. മൂക്കറ്റും ഉപ്പുമാവും കഴിച്ച് 2 ഏത്തപ്പഴം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഏകാദശി കഴിഞ്ഞു. ഈ രീതിയിലൊന്നല്ല ഏകാദശി. ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വല്ല വെള്ളം മാത്രം, വെള്ളം പോലും രാവിലെ കുടിച്ചാൽ പിന്നെ വൈകുന്നേരം അത്രയൊക്കെ പിടിച്ചു വെക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാവണം. പക്ഷെ ഷുഗർ ഉള്ളവരൊന്നും അത് ചെയ്യാൻ പാടില്ല. അതോടുകൂടി ഞങ്ങൾക്ക് അടുത്ത പണി കിട്ടും. കാരണം യമരാജാവിന് അവിടെ ആളെ എണ്ണം തയ്ക്കാൻ കിട്ടും. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഇത്തിരി കർശനമായിട്ടെടുക്കാം. അല്ലാത്തവർക്കൊക്കെ പ്രശ്നമാണ്. സോഡിയം ലെവൽ ഇംബാലൻസ്. അപ്പം അറിഞ്ഞിരിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി. അപ്പം അതിനനുസരിച്ചുള്ള ജ്യൂസുകളും വെള്ളമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ പഴങ്ങളൊക്കെ കഴിച്ച്, അങ്ങനെ ആ ദിവസം മുഴുവൻ ഫ്രൂട്ട്സിൽ ഇനിയിപ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് നടക്കില്ല. രാവിലെ ഏത്തപ്പഴം കഴിച്ചു, ഇനി വൈകുന്നേരം മത്തങ്ങ കഴിക്കണോ അല്ലെങ്കിൽ കുമ്പളങ്ങ കഴിക്കണോ എന്നുള്ള ചിന്തയിൽ നടക്കുകയില്ല. കൂടുതൽ സമയം ഈ നാമജപങ്ങളും മറ്റുമൊക്കെ ഇട്ട്, അല്ലാതെ രാവിലെ ഞാൻ 2 ഏത്തപ്പഴം കഴിച്ചു വൈകുന്നേരം ഒരു ചക്ക കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ചക്ക നടക്കുന്ന ഏകാദശിയല്ല. പഴം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മൂക്കറ്റം കഴിക്കുന്നതല്ല ഏകാദശി. അല്ല, അതൊക്കെയാണ് ചില ആളുകളുടെ ഏകാദശി. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉച്ചയ്ക്കത്തെ കഴിപ്പിനെ കുറിച്ച് അങ്ങോട്ട് ആലോചന തുടങ്ങി. ആണോ? എന്തൊക്കെയാ കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം നാമജപങ്ങളൊക്കെ ഇട്ട് കൂടണം. എന്നിട്ട് വൈകുന്നേരം പാരണ ചെയ്ത്, മറ്റുള്ളവർക്ക് പാര വയ്ക്കില്ല,
പാരണ ചെയ്ത് ഈ ഉപവാസം പൂർണ്ണമാക്കണം. അപ്പം അങ്ങനെ 2 ദിവസം എടുക്കുന്നതിൻ്റെ പേരാണ് ദ്വാദശി വ്രതം എന്നൊക്കെ പറയുന്നത്. ഈ ദ്വാദശി വ്രതം എടുത്ത് 2ാമത്തെ ദിവസമാണ് പാരണ. അപ്പം നോക്കൂ, ഇടയ്ക്ക് വെള്ളം മാത്രമൊക്കെ കുടിക്കും, വേറെ ഒന്നും കഴിക്കില്ല. അപ്പം ഈ രീതിയിൽ 2 ദിവസം പട്ടിണി കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെന്ന് വെച്ച് വയറ് കിടന്ന് ആകെ കത്തി എരിഞ്ഞ് അല്ലേ, ഈ രീതിയിലൊക്കെ ആവുന്നൊരവസ്ഥയിൽ ഇദ്ദേഹം പാരണ ചെയ്യാൻ നേരത്തുണ്ട് ദുർവാസം കയറി വരും. ദുർവാസ മഹർഷി കാലൊക്കെ കഴുകി സ്വീകരിച്ച് അദ്ദേഹത്തിന് ഇരുത്തി, അദ്ദേഹത്തിന് കുടിക്കാനോ കഴിക്കാനോ ഒക്കെ ഭക്ഷണം, കാരണം കൊട്ടാരത്തിൽ എന്തിനാ കുറവുള്ളത്. അദ്ദേഹത്തിന് കാഷ്യൂ വേണമെങ്കിൽ കാഷ്യൂ, അത് ഇത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അല്ലാത്തതും എല്ലാം. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടേ വല്ലതും കഴിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് തോർത്തും സോപ്പില്ല എന്ന് വേണ്ട കൊടുത്ത് കുളിക്കാൻ പറഞ്ഞു. ഈ ദുർവാസാവ് കുളിച്ചിട്ട് വരാൻ വൈകി. ഒരു 6 മണിയാകുമ്പം സൂര്യാസ്തമയ സമയത്ത് പാരണ, അതായത് തീർത്ഥം കഴിച്ച് ഈ ഉപവാസം സമാപിപ്പിക്കും. ഈ തീർത്ഥം കഴിക്കുന്ന സമയത്ത് ദുർവാസാവ് കയറി വന്നു. അപ്പൊ ദുർവാസാവ് തെറ്റിദ്ധരിച്ചു ഇദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. കോപം കൊണ്ട് അലറി എന്നെ അങ്ങോട്ട് പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്, കളിയാക്കുകയാണ്. നീയാണോ ഭക്തൻ? ഇതാണോ വിഷ്ണു ഭക്തൻ? ഇതാണോ ഉപവാസം കൊണ്ട് ചെയ്യേണ്ടത്? എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജട, ഇവർക്കൊക്കെ ഒരുപാട് ജടയുണ്ടായിരുന്നു, എടുത്തൊരൊറ്റ അടിയാണ് താഴെ. അയാളെയല്ല, അന്നത്തെ ജടയെന്നൊന്നും പേനല്ല വരിക, അതൊന്നും ഒരു ഉഗ്ര സത്വം വന്നു. ഹൃത്തിക അവളൊരു വാളും കൊണ്ട് പ്രത്യക്ഷമായപ്പം അംബരീഷനെ വെട്ടാൻ പറഞ്ഞു. അപ്പോഴേക്കും അംബരീഷനാണെങ്കിലോ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ മഹത്വം അതാണ്. നോക്കൂ നിങ്ങൾ, തൻ്റെ നേരെ വെട്ടാനായിട്ട് ദുർവാസാവ് ഒരു ഹൃത്തിയെ പറഞ്ഞേക്കുന്നു. ഭാഗവതത്തിൽ പറയാണ്, ആ രാജാവ് ചചാല പദാൽ നൃപ. ഇങ്ങനെ 47ാമത്തെ ശ്ലോകം പറയണു, തമാപദന്തിം ജ്വലതിം അസീഹസ്താംബദാം പുവം വേപദന്തിം സമുദ്ദിക്ഷ്യ ന ചചാല പദാത് നൃപ. നൃപൻ ചചാല, ചലിച്ചില്ല. താൻ നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല. അതായത് ഒട്ടും ഭയം ഉണ്ടായില്ല. ഇദ്ദേഹത്തിന്റെ ഭക്തി കൊടുത്തൊരു ശക്തി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ആ സമയത്ത് അവിടെ സുദർശന ചക്രം പ്രകടമായി. കൃത്തികയുടെ തലവെട്ടി. പിന്നെ നോക്കുമ്പോൾ ഈ ചക്രം നേരെ തിരിയുന്നത് ദുർവാസാവിന്റെ നേരെ. ദുർവാസാവ് ഇത് ഇത്ര അപകടമാണെന്ന് വിചാരിച്ചില്ല. ദുർവാസാവ് ജീവനും കൊണ്ടോടാൻ തുടങ്ങി. എന്താ ചക്രം പുറകിൽ വരിക, എങ്ങോട്ടോടും ഒരു പിടിയില്ല. നേരെ ബ്രഹ്മാവിന്റെ അടുത്തെത്തിയെന്ന്. ബ്രഹ്മാവ് ദുർവാസാവ് മഹർഷി കണ്ടു. മഹർഷിയല്ലേ ചാടിപ്പടഞ്ഞെണീറ്റു. വരൂ വരൂ മഹർഷി, ഇരിക്കൂ. ആസനസ്ഥനായാലും കാല് കഴുകാൻ വെള്ളം കൊണ്ടുവന്നു. ഇദ്ദേഹം പറഞ്ഞു, കാലല്ല, പിന്നെ എന്നെ മൊത്തം കുളിപ്പിച്ച് കത്തിക്കേണ്ടി വരുന്നു. കണ്ടില്ലേ സാധനം വരുന്നത്? ചോദിച്ചു, എന്താണ്? സാക്ഷാൽ സുദർശന ചക്രം. അപ്പോഴും ബ്രഹ്മാവിന് കത്തിയില്ലേ. ബ്രഹ്മാവ് ചോദിച്ചു, ഇത് വിഷ്ണു ഭഗവാൻ അങ്ങേ ഏൽപ്പിച്ചു വന്നു. ഏൽപ്പിച്ചതല്ല, എന്നെ ശരിയാക്കാൻ വരികയാണ്. അങ്ങ് അതൊന്ന് നിർത്തിത്തരണം, സ്തംഭിപ്പിക്കണം. ബ്രഹ്മാവ് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോളൂ എന്ന്. കാരണം അത് നിർത്തുന്ന ടെക്നിക്കൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ അടിച്ചുവിട്ടു ശിവന്റെ അടുത്തേക്ക്. ശിവന്റെ അടുത്തേക്കാണെങ്കിൽ കാര്യമൊക്കെ ശരിയാണ്, പോകുന്നതും ബുദ്ധിമുട്ടാണ്. അദ്ദേഹം കണ്ണു തുറന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തേക്കും. ഇത് കണ്ണു തുറക്കണ്ടേ, ധ്യാനത്തിലല്ലേ. നീ അബദ്ധത്തിൽ ചെന്ന് വിളിച്ചാൽ വേറെ കണ്ണാണ് തുറന്നതെങ്കിൽ പിന്നെ വിളിച്ച ആളുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും ഒരിത്തിരി റിസ്ക് ഉള്ള ഒരാളാണ് ആര്? ശിവൻ. എങ്കിലും ഓടി. കൈലാസത്തിലൊക്കെ എത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തിന് നല്ല ക്ഷീണമായി. പുറകിന് ചക്രവും. പരമശിവനാണെങ്കിൽ ഭാഗ്യത്തിന് കണ്ണു തുറന്നിരിക്കുന്നുണ്ട്. വരൂ മഹർഷി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാനൊക്കെ ഓടിയപ്പോ പറഞ്ഞു, വേഗം ആ ചക്രം ഒന്ന് നിർത്തിയാൽ മതി.
ഏത് ചക്രം? ഹെയ്, പുറകിൽ കണ്ടില്ലേ വിഷ്ണു ഭഗവാന്റെ ചക്രം. അപ്പം ഭഗവാനെ ചോദിച്ചു, അത് അങ്ങേക്ക് തന്നു? തന്നതല്ല, കൊണ്ടുപോകാൻ വരികയാണ്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഇപ്പൊ ആ ചക്രം എന്നെയും കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം അതിലൊന്ന് സ്തംഭിപ്പിക്കണം. പരമശിവൻ പറഞ്ഞു, ഈ കേസ് പടിയെടുക്കില്ല. അടിച്ചു വിട്ടോളൂ മെഡിക്കൽ കോളേജിലേക്ക്. അവിടുന്ന് റെഫറൻസ് വിട്ടു. നേരെ പിന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത്, ട്രിവാൻഡ്രം അനന്തപത്മനാഭൻ. അവിടെ ചെല്ലുമ്പോൾ ഭഗവാനാണെങ്കിലോ എപ്പോഴും ശയനനാണ്, കിടക്കുകയാണ്. ഇനി ഭഗവാൻ ഒന്ന് എണീക്കണം എന്ന് വിചാരിച്ചാൽ ലക്ഷ്മി ദേവിയായിട്ട് സമ്മതിക്കില്ല. കാല് പിടിച്ചിട്ട് പറയും, അവിടെ നിന്ന് കിടന്നോളൂന്നേ. ഈ പ്രകാരം അങ്ങനെ കിടക്കുകയാണ് പരമശിവൻ. ഭഗവാൻ ദുർവാസ മഹർഷി കണ്ടതും ചാടി പെടഞ്ഞെണീറ്റ് ഹോ മഹർഷി എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ചു. ഭഗവാൻ ചോദിച്ചു, വല്ലാത്തൊരു ക്ഷീണമല്ലല്ലോ, 2-3 ദിവസമായി വെള്ളം കുടിച്ചിട്ടേ ഓട്ടത്തോടോട്ടാണ്. PT ഉഷ പോലും ഓടിയുണ്ടാവില്ല. ഇത്ര ഭക്ഷണവും ഇല്ല, ബാത്റൂമും ഇല്ല, എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ? അപ്പോഴേക്കും തലയും കൊണ്ട് പോവില്ലേ. ജീവൻ പൊരുതിയുള്ള ഓട്ടാണ്. ദുർവാസാവിന്റെ വയറൊക്കെ കുറഞ്ഞു. ദുർവാസാവാകെ ക്ഷീണിച്ച് പരവശനായി. എന്തു പറ്റി മഹർഷി? പറഞ്ഞു, ഒന്നും പറ്റിയതല്ല, അങ്ങയുടെ കയ്യിലുള്ളൊരു ചക്രം ചെയ്ത പണിയാണ് അതൊക്കെ. ആ ചക്രം എത്രയും വേഗം അങ്ങയുടെ കയ്യിൽ ഉറപ്പിക്കണം. ഭഗവാൻ ആ സമയത്ത് ദുർവാസാവിനോട് പറയുന്ന വരികളുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. 5-ാം അധ്യായത്തില് 63-ാം ശ്ലോകം മുതൽ 5-ാം അധ്യായത്തില് അഹം ഭക്തപരാധീന ഹി അസ്യതന്ത്ര ഇവത്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയ. ഞാൻ ഭക്തജന പ്രിയനാണ്. ഞാൻ എവിടെയാണ്? സാധുവിർ ഗ്രസ്ത ഹൃദയം. സാധുജനങ്ങളുടെ, സാധു എന്ന് പറഞ്ഞാൽ സാധന ചെയ്യുന്നവരുടെ. ആരാ സാധു? സാധന ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ഗ്രസ്തനാണ്. ഗ്രസ്തം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവനാണ്. അപ്പൊ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? സാധന ചെയ്യുന്നവരുടെ ഹൃദയത്തിലിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഏ താരകാരപുത്രാപ്തൻ പ്രാണാൻ വിത്തമിമം പരം ഖിത്വാമം ശരണം യാത കഥം ത്വാം തെക്തുമത്സഹേ. ഭാര്യയും മക്കളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ടും അനുഷ്ഠാനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃത്യനിഷ്ഠയോടെ അത് ചെയ്യുന്ന ആ സാത്വികന്മാരായ സാധകന്മാരെ കഥം തെക്തുമുത്സഹേ, ഞാൻ എങ്ങനെയാണ് തെക്തും കൈവിടുക? ആരെയാണ് ഭഗവാൻ കൈവിടാത്തത്? ആരെയാണ് ഭഗവാൻ കൈവിടാതെ പിടിക്കുന്നത്? അമ്പലത്തിൽ പോയി തൊഴുന്നവരെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണോ സാധന അനുഷ്ഠിക്കുന്നത് അവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല. ഇപ്പൊ എന്താ ഈ സാധന? ഇവർക്ക് എന്തൊക്കെയുള്ളത്? ധാരകാര പുത്രാൻ എല്ലാം ഉണ്ട്, ബന്ധങ്ങളൊക്കെ ഉണ്ട്, സമ്പത്തൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒരു അനുഷ്ഠാനത്തിനാണ്. അവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല. എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകമൊക്കെ സാധവോ. ഈ വരികളൊക്കെ അടിവരട്ടോളം നിങ്ങൾ എല്ലാവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയില്ല ഇതൊന്നും. സാധവോ ഹൃദയം മഹ്യം സാധൂനം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. സാധവോ ഹൃദയം. ഞാൻ സാധൂജനങ്ങളുടെ, നോക്കൂ, ഈ സാധു എന്ന് പറഞ്ഞാൽ അർത്ഥം സാധന ചെയ്യുന്നവർ. ഇതാണ് അർത്ഥം. അപ്പൊ ഭഗവാൻ ആരുടെ കൂടെയാണ്? തൊഴുതു പോകുന്നവരുടെ കൂടെ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം അമ്പലത്തിൽ പോകുന്നതും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എന്താ ഈ സാധന എന്ന് പറഞ്ഞാല്? നാമം ജപിക്കുന്ന വേണം. അപ്പൊ സാധന അപ്പൊ നാമജപം എന്ന് പറഞ്ഞാൽ അതും ശരിക്കും മനസ്സിലാക്കണം. വെറുതെ വായ കൊണ്ട് നാമം ചൊല്ലിയിട്ട് കാര്യമില്ല. മനസ്സർപ്പിച്ചുകൊണ്ട് നാമം ജപിക്കുന്നവരായി മാറും.
അപ്പൊ അങ്ങനെ സാധുജനങ്ങളുടെ കൂടെ ഞാനും, എൻ്റെ കൂടെ എപ്പോഴും സാധൂനാം, വായിക്കൂ, സാധൂനാം സാധവോ ഹൃദയം മഹ്യം, സാധൂനാം ഹൃദയം അഹം. ഞാൻ അവരുടെ ഹൃദയത്തിലും അവർ എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് മത് അന്യതിന് ന ജാനന്തി, എനിക്ക് അവരിൽ നിന്ന് വിട്ടിട്ട് ഒന്നും ഞാൻ അറിയുന്നില്ല. അതായത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരിൽ നിന്നും അറിയുന്നില്ല പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലാവണ്ടല്ലോ, വേറെ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ, അവിടുന്ന് എത്രയും വേഗം ഇവിടെ പോകണം. ആരടുത്തേക്ക്? അംബരീഷന്റെ കാൽക്കൽ പോയി വീണാൽ ഈ ചക്രം അപ്പസ്തംഭിച്ചു. ഭഗവാൻ ഒന്നും ചെയ്തില്ല. അപ്പോ ആരടുത്തേക്ക് പോകേണ്ടി വന്നു? അംബരീഷന്റെ അടുത്തേക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമ്മളെ തളർത്താൻ ഒരാൾക്ക് സാധ്യമല്ല. ഭഗവാൻ നമ്മളെ ഒരിക്കലും, ഈ ഭക്തി നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ടോ? ഇത് വളർത്താനല്ലേ അമ്പലത്തിൽ പോകേണ്ടത്. പക്ഷെ ആര് പറഞ്ഞു തരുന്നു? വെറുതെ കുന്തം വഴിയ ആളെ പോലെ ചുറ്റിക്കറങ്ങി പോകുന്നു കുറെ. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനത്തെയൊക്കെ ഒരു ഭക്തി. ഇതൊക്കെയാണ് നമ്മൾ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ തൊഴുതു പോകുന്നവൻ ഭക്തനാണെന്ന്? പക്ഷെ ഹിന്ദു സമൂഹം ഇപ്പം അങ്ങനെയല്ലേ കാണുന്നത് ഭക്തി. ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയി നോക്കൂ, എന്ത് ഇടിയും ബഹളും. ഒന്നിരുന്ന് 10 മിനിറ്റ് നാമം ചൊല്ലാൻ പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്, ആണ്. എന്നാൽ ഭാഗവതത്തിൽ പറയുന്നത് തൊഴുതു പോകുന്നവരല്ല ഭക്തര്. ആരാണ്? സാധവോ ഹൃദയം മഹ്യം. ഈ വാക്കുകളൊന്നും മറക്കരുത് നിങ്ങൾ. ഞാൻ പറയുന്നതല്ലേ ഭാഗവതത്തിൽ എഴുതി വെച്ചതാണ്, മഹർഷിവര്യന്മാർ എഴുതി വെച്ചതാണ്. ഇതല്ലേ അനുസരിക്കേണ്ടത്? ആണോ? മറ്റുള്ളവർ ചെയ്യുന്നതിനെ അന്ധമായി അനുകരിക്കുന്നതാണോ ശരി? നമ്മൾ ഗുരുക്കന്മാർ പറഞ്ഞാണ് അനുസരിക്കുന്നത്. എനിക്ക് ഗുരുക്കന്മാർ പറഞ്ഞാൽ എനിക്ക് പ്രമാണമുള്ളൂ. ഐ ഡോണ്ട് ആക്സെപ്റ്റ് ആരെന്ത് പറഞ്ഞാലും ശരി. ശരിയല്ലേ ഇത്? ശരിയാണോ? ഇത് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതില്ലേ? ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ ഇനിയും ഒരു നവോത്ഥാനം ആവശ്യമാണ്. കാരണം നമ്മൾ അന്ധവിശ്വാസമാണ് കൂടുതൽ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം അന്ധമായി കൊണ്ട് നടക്കുക, അല്ലേ? വിശ്വാസമുണ്ട് ദൈവത്തിന്, പക്ഷെ അത് അന്ധമായി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക. അപ്പൊ അതിനു പകരം കുറച്ചു നേരം ഇരുന്ന്, ഭഗവാൻ പുറത്തിരുന്നിട്ട് സഹായിക്കുന്നല്ല പറഞ്ഞത്, സാധവോ ഹൃദയം മഹ്യം. ഞാൻ എവിടെ ഇരിക്കും? എവിടെ ഇരിക്കുന്ന പറഞ്ഞത്? ഹൃദയം മഹ്യം. അല്ലാതെ അമ്പലത്തിന്റെ ഉള്ളിലിരുന്ന് രക്ഷിക്കുന്നല്ല പറഞ്ഞത്. എവിടെ ഇരുന്ന്? ഇപ്പൊ സാധുജനങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. ഈ ഒരു ഉറപ്പ് വേണ്ടേ നമുക്ക്? വേണ്ടേ? ഇത് നമുക്ക് സാധിക്കാനാണ് ഈ അംബരീഷ ചരിതം കഥ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും പറഞ്ഞ് അദ്ദേഹം നേരെ അംബരീഷന്റെ അടുത്തേക്ക് ചെന്നു. ദുർവാസാവ് ആ സമയത്ത് ദുർവാസാവ് വെള്ളം കുടിക്കാതെ കാത്തിരിക്കുക. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ദുർവാസാവിനെ കാണുന്നത്. ഉടനെ ഇവിടെ സുദർശന ചക്രം മന്ത്രം ചൊല്ലി, അതോടുകൂടി സുദർശനം ഡിസപ്പിയറായി. പിന്നീട് ഈ ദുർവാസ മഹർഷി അംബരീഷനോട് പറയുകയാണ്, ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഭഗവാന്റെ മഹത്വം കാണുന്നത് എന്നാണ്. ഭഗവാന്റെ മഹത്വം കാണണമെങ്കിൽ ഭഗവാന്റെ അടുത്തല്ല പോകേണ്ടത്, ഭഗവാന്റെ ഭക്തരുടെ അടുത്ത് പോകണമെന്നാണ്. ഭക്തരിലൂടെ വേണം ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ. അഹോ അനന്തദാസാനാം മഹത്വം ദൃശ്യമത്യമേ. ഞാനിതാ ഭഗവാന്റെ മഹത്വം നേരിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അഹോ അനന്തദാസാനാം മഹത്വം ദൃശ്യമത്യമേ. ഭഗവാന്റെ മഹത്വം ഞാനിതാ അങ്ങയിലൂടെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അംബരീഷനെ നമിക്കുന്നു. അങ്ങനെ ഈ കഥ പറഞ്ഞ് പൂർണ്ണമാവുകയാണ്. അപ്പോ ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും മാനസികമായി തളരുകയില്ല എന്നത് ഈ കഥയിലൂടെ നമ്മളെ 2 കാര്യങ്ങളാണ്. തളരുകയുമില്ല, ഭഗവാൻ അവരെ ഒരിക്കലും ഇങ്ങനെ ഒരു ഭക്തരായി മാറാൻ ഈ കഥ നമുക്കൊരു പ്രചോദനമാവട്ടെ.